പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോ കഴിഞ്ഞ പ്രാവശ്യം റിവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടു. ആ ബോർഡിന് ആക്ച്വലി നല്ലൊരു റീച്ച് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഫീഡ്ബാക്ക് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല ആൾക്കാരും ഈവൻ നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട പല ക്വസ്റ്റ്യൻസിന് പോലും യൂസേഴ്സ് ആക്ച്വലി റിപ്ലൈ കൊടുക്കുന്നുണ്ട്. സന്തോഷം. അപ്പോ നിങ്ങളുടെ പ്രതികരണങ്ങളും നിങ്ങളുടെ പ്രോത്സാഹനങ്ങളുമാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ വീണ്ടും തുടരുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ പ്രാവശ്യം വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ആംപ്ലിഫയറിന്റെ റിവ്യൂ ആണ്. അപ്പൊ കഴിഞ്ഞ രണ്ട് വീഡിയോസ് ആക്ച്വലി നമ്മളുടെ ഒരു എന്താ പറയാ 1-2 പ്രോഡക്റ്റുകളുടെ റിവ്യൂ ഉണ്ടായിരുന്നു. ഒരു ആംപ്ലിഫയറിന്റെ റിവ്യൂ ചെയ്തു. ഈ പ്രാവശ്യം നമ്മളൊരു 5.1 ആംപ്ലിഫയർ ആണ്. ഇത് നമ്മളൊരു കസ്റ്റമർക്ക് വേണ്ടി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അവരുടെ നിർദ്ദേശങ്ങളും അതൊക്കെ പ്രകാരമാണ് നമ്മൾ ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അവര് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളുടെ JBL എന്നുള്ള ബ്രാൻഡിലുള്ള സബ് വൂഫറിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് ചെയ്തിട്ടുണ്ടാവേണ്ടത്. അവർക്ക് ആക്ച്വലി ഒരു 5.2 വേണമെന്നായിരുന്നു ആഗ്രഹം. അപ്പോ ആ ഒരു 5.2ന് പകരം ആക്ച്വലി ഒരു 5.1 വെച്ച് മാനേജ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു. നമ്മളത് അവരുടെ സജഷൻ കൊടുത്തു. നമ്മൾ 2 സബ് വീടിന്റെ അകത്ത് യൂസ് ചെയ്യാന്ന് പറയുന്നത് എത്രത്തോളം ആസ്വാദ്യം എന്നുള്ള അറിയില്ല. എങ്കിലും നിങ്ങൾ ഇത് നോക്കി നോക്കിയിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ 5.2 ആക്കി മാറ്റാം. അപ്പൊ ഒരു സബ് യൂസ് ചെയ്ത് തന്നെ അസാധ്യ പെർഫോമൻസ് കിട്ടുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് കോസ്റ്റ് സേവിംഗ് ആണ്. അതുപോലെ തന്നെ 2 തരത്തിലും ഒരു സബ് വൂഫറിന്റെ കോസ്റ്റ് അഡീഷണൽ സേവ് ചെയ്യാം. അതേപോലെ തന്നെ സ്പേസ് സേവിംഗ് ആണ്. ലിസണിങ് ആ ഒരു ക്വാളിറ്റി കൂടും. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം സജസ്റ്റ് ചെയ്തു. അവരത് എഗ്രി ചെയ്തു. അപ്പൊ വേണമെങ്കിൽ ഭാവിയിലേക്ക് നമുക്കത് അപ്ഗ്രേഡ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആംപ്ലിഫയറിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ആംപ്ലിഫയർ ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമർക്ക് വേണ്ടി അവരുടെ ആവശ്യപ്രകാരം ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇതിന്റെ ഫ്രണ്ട് പാനല് നമ്മുടെ എല്ലാ ആംപ്ലിഫയറും ചെയ്യുന്ന പോലെ തന്നെ ഒരു കസ്റ്റം മെയ്ഡായിട്ട് തന്നെ ചെയ്തിട്ടുള്ളതാണ്. പല ആംപ്ലിഫയറുകളിലും നമ്മൾ ചെയ്തിട്ടുള്ള പല ആംപ്ലിഫയറുകളിലും അതിന്റെ ആ ഒരു ഫ്രണ്ട് പാനലിന്റെ അത് സാമ്യത നിങ്ങൾക്ക് കാണാം. അപ്പോ നമ്മൾ അവരുടെ നിർദ്ദേശപ്രകാരം ഒരു ബ്രാൻഡ് നെയിം ആക്ച്വലി ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു സബിന്റെ വോളിയം ഒരു മെറ്റാലിക് നോബ് വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഗ്ലാസ് ഏരിയ കാണാം. ഗ്ലാസ് ഏരിയയിൽ നമുക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് നമ്മുടെ G സ്റ്റാൻഡ് ഒരു USB മൊഡ്യൂളിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ റിമോട്ട് കിറ്റിന്റെ ഡിസ്പ്ലേ വരുന്നുണ്ട്. VU മീറ്റർ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇത് കാണാം, എന്താ പറയാ, ഒരു മാസ്റ്റർ വോളിയം കാണാം. അതിനോടൊപ്പം തന്നെ USB സോക്കറ്റ് കാണാം. പിന്നെ നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ഹെവി ആയിട്ടുള്ള ഒരു പവർ സ്വിച്ച് കാണാം. അപ്പോ നല്ലൊരു എലഗന്റ് ലുക്കിലുള്ള ഒരു മാറ്റ് ഫിനിഷ് പ്ലസ് ഗ്ലോസി കോമ്പിനേഷനിലുള്ള ഒരു ഇതാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഇതിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള ക്യാബിനറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി G-Techന്റെ ക്യാബിനറ്റ് ആണ്. G-Techന്റെ നല്ല ഹെവി ആയിട്ടുള്ള ക്യാബിനറ്റ് ആണ്. കാരണം ഈ ആംപ്ലിഫയർ ഏകദേശം ഒരു 18-19 കിലോത്തോളം വെയിറ്റ് വരുന്നുണ്ട്. അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ അത്രയും ഇതായിട്ട് വരുന്ന കാരണം നമ്മൾ G-Techന്റെ ക്യാബിനറ്റ് ആണ് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ആംപ്ലിഫയറിന്റെ ബാക്ക് സൈഡിലെ വിശേഷങ്ങളിലേക്ക് വ്യൂ. നിങ്ങൾക്ക് ഈ ബാക്ക് സൈഡ് വ്യൂ സുപരിചിതമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. നമ്മൾ അതിന്റെ അകത്തൊരു കസ്റ്റം പാനൽ ആക്ച്വലി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പാനൽ ആക്ച്വലി നമ്മൾ റിമൂവ് ചെയ്തൊരു കസ്റ്റം പാനൽ ചെയ്തിട്ടുണ്ട്. ഇതില് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരു 5.1 DVD ഇൻപുട്ട് കാണാം. അതുപോലെ തന്നെ aux 1, aux 2, aux 3 എന്നുള്ള രീതിയിൽ കാണാൻ പറ്റും. അത് നമുക്ക് എന്താ പറയാ റിമോട്ടിൽ അത് സെലക്ട് ചെയ്യേണ്ടതും എൻകോഡർ വഴി സെലക്ട് ചെയ്യേണ്ട രീതി തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഒരു ഫാൻ നമുക്ക് കാണാം. ഈ പാനലിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഗ്രില്ലാണ് അതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമുക്ക് ബനാന സോക്കറ്റ്സ് ആണ് സബിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെന്ററിനും വേണ്ടി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബനാന സോക്കറ്റ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ബനാന സോക്കറ്റ് സബിന് 1 സബ് 2 എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അപ്ഗ്രേഡബിലിറ്റി കണക്കാക്കിയിട്ടാണ് അത് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സെന്ററിനും നമ്മൾ ബനാന ജാക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. 2 സ്റ്റീരിയോ സോക്കറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് ഫ്രണ്ട് FRFL എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു 3-pin സോക്കറ്റ് വിത്ത് ഫ്യൂസ് കാരിയർ നമുക്ക് കാണാം. ഈ രീതിയിൽ ഒരുവിധം നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടുന്ന രീതിയിലൊരു ലുക്ക് വൈസും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഒരു കോംപ്രമൈസ് കിട്ടാത്ത രീതിയിലാണ്, കോംപ്രമൈസ് ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ആക്ച്വലി ഇത് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ നമുക്കിതിന്റെ ഉള്ളിലത്തെ വീഡിയോയിലേക്ക് ഉള്ളിലത്തെ വിശേഷങ്ങളിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ വിശേഷങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ ബോർഡുകളുടെ റിവ്യൂ ആയിരുന്നു. VI ഓഡിയോസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബ്രാൻഡിന്റെ വീഡിയോ ആണ്. പല മാർക്കറ്റിൽ ആക്ച്വലി പല ആൾക്കാരും യൂസ് ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ റിവ്യൂ തരുന്നത്. അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിരുന്നു, അതിന്റെ ഫീഡ്ബാക്കുകൾ ഇരുന്നു. ഞാൻ മുന്നേ പറഞ്ഞിരുന്ന പോലെ തന്നെ ആ ഒരു വീഡിയോയുടെ ഇതിൽ കൂടുതൽ നമ്മളെക്കാട്ടിലും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് റിപ്ലൈ കൊടുത്തുള്ള ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അന്ന് നമുക്ക് അതിന്റെ കൂടെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടിലും ഒരു ഉപരിയായിട്ട് ആ ഒരു ബോർഡ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ശരിക്കും ഈ ഒരു ഇതിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയണ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് നമുക്ക് കിടക്കാം. ഉള്ളിലത്തെ ഭാഗങ്ങളിലേക്ക് നമ്മളൊരു ഹെവി ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ സെക്ഷനാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ട്രാൻസ്ഫോമർ ആക്ച്വലി ഒരു 27.027 10 ആംപിയറും 12.012 ഒരു 8 ആംപിയർ വരുന്ന രീതിയിലും ഒരു 12.012 3 ആംപിയറും അതേപോലെ 1 ആംപിയർ വരുന്ന സെപ്പറേറ്റ് ടാപ്പിംഗുള്ള ഒരു ട്രാൻസ്ഫോമറാണ് എടുത്തിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ട് 4 ഇഞ്ച് ഹൈറ്റിൽ വരുന്ന ട്രാൻസ്ഫോമറാണ്. കോറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കണ്ടിന്യൂ തന്നെ അറിയാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ ഇൻപുട്ട് ആക്ച്വലി വരുന്നത് ഒരു 3 പിൻ സോക്കറ്റിൽ കൂടിയാണ്. ആ 3 പിൻ സോക്കറ്റ് ബിൽറ്റ് ഇൻ ഫ്യൂസ് കാരിയർ വരുന്ന ടൈപ്പാണ്. അതിൽ നിന്ന് ഇതില് വേറൊരു പവർ സോഴ്സും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു SMBS അഡീഷണൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എന്തിനാന്നുള്ളത് പറഞ്ഞുതരാം. ഈ ട്രാൻസ്ഫോമറിന്റെ സപ്ലൈ ആക്ച്വലി നമ്മളിവിടെ ഒരു 3510 മെറ്റൽ ബ്രിഡ്ജ് യൂസ് ചെയ്ത് 4100 കപ്പാസിറ്റർ 63 വോൾട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു പവർ സപ്ലൈ സെക്ഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അത് സബ് ഊഫറിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആ ഒരു സപ്ലൈ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഫാനിനും അതേപോലെ തന്നെ നമ്മുടെ സ്പീക്കർ പ്രൊട്ടക്ഷനും വേണ്ടി ഒരു സപ്ലൈ നമ്മൾ ഇതിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഈ SMBS എന്ന് വെച്ച് കഴിഞ്ഞാൽ SMBS ആക്ച്വലി റിമോട്ട് കിറ്റിന്റെ സപ്ലൈ എപ്പോഴും ഒരു ഐസൊലേറ്റഡ് സപ്ലൈ യൂസ് ചെയ്യുക എപ്പോഴും നല്ലത്. അത് കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിട്ടുള്ള സപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിമോട്ട് കിറ്റ് കുറച്ചുകൂടെ ലൈഫ് കിട്ടും, ക്വാളിറ്റി കിട്ടും, ഓഡിയോ ഔട്ട്പുട്ടിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ക്വാളിറ്റി കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു SMBS യൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഉള്ളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ആ പവർ സ്വിച്ച് നല്ല ഹെവി ആയിട്ടുള്ള പവർ സ്വിച്ച് ആണ്. ഫേസ് ന്യൂട്രൽ ഒരേപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പവർ സ്വിച്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വോളിയം കൺട്രോളിന് യൂസ് ചെയ്തിട്ടുള്ള കൺട്രോൾസ് ഒക്കെ നല്ല അത്യാവശ്യം ക്വാളിറ്റിയുള്ള കൺട്രോൾസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള USB മൊഡ്യൂൾ നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ G-സ്റ്റാറിന്റെ USB മൊഡ്യൂളാണ്. നോൺ അനൗൺസ്മെന്റ് ടൈപ്പ്, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് ഒരു മൊഡ്യൂളാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, വ്യൂ മീറ്റർ കാണാം. വ്യൂ മീറ്റർ ആക്ച്വലി G-ടെക്കിന്റെ കുറച്ച് ക്വാളിറ്റിയുള്ള ടൈപ്പ് വ്യൂ മീറ്റർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്കുള്ള ഇൻപുട്ട് കാര്യങ്ങളെല്ലാം നമ്മളൊരു പവർ ട്രിക്കിന്റെ ഗെയിനർ വഴിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിന്റെ ആ ഒരു ലെവൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഗെയിനർ വഴിയാണ് അത് കൊടുത്തിട്ടുള്ള ഇൻപുട്ട് കാര്യങ്ങളെല്ലാം. അതിന്റെ പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം ഇവിടെ റെഗുലേറ്റർ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാനും കാര്യങ്ങളും എല്ലാം റെഗുലേറ്റർ വഴി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നത് വേറൊരു കാര്യം, നമുക്കൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ കാണാം. പവർ ട്രിക്കിന്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ ഇപ്രാവശ്യം ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റ് ആണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇപ്രാവശ്യം. ഫ്യൂടെക്കിന്റെ അത്യാവശ്യം ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മുടെ ഒപ്റ്റിക്കൽ ഡീകോഡേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ വേറെ എക്സ്റ്റേണൽ ഡീകോഡേഴ്സ് അതിൽ കണക്ട് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു റിമോട്ട് കിറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പുതിയ ടൈപ്പ് ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് റിമോട്ട് കിറ്റ് ആണ് നമ്മൾ ഇപ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിന്റെ ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരാം. ആംപ്ലിഫയർ സെക്ഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ അതേ ബോർഡ്, അതായത് VI ഓഡിയോസിന്റെ 6 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡാണ് നമ്മളിവിടെ സബ് ഊഫറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഓൾറെഡി ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ യൂണിറ്റ് ഇതിനു വേണ്ടി ഒരു ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ സബ് ഊഫറിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നിന്ന് നേരെ ബനാന ജാക്ക് വഴിയാണ് സബ് ഊഫറിന്റെ ഔട്ട്പുട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത് ഫ്യൂടെക്കിന്റെ റിമോട്ട് കിറ്റിന്റെ സബ് ഫിൽട്ടർ അല്ല നമ്മൾ ആക്ച്വലി യൂസ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ തന്നെ സബ് ഫിൽട്ടർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഗെയിനും അതേപോലെ തന്നെ ഫ്രീക്വൻസി നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിന്റെ ഡെപ്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 2 കൺട്രോൾ ആക്ച്വലി കൊടുത്തിട്ടുണ്ട്. ഫ്രീക്വൻസിയും ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഒരു 2 കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ വർക്കിംഗ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം അത് എത്രത്തോളം പെർഫെക്റ്റ്ലി മാച്ച് ആണ് ആ ഒരു സബ് ഊഫറിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഇത് JBL മാത്രമല്ല മറ്റുള്ള സബ് ഊഫറിനും യൂസ് ചെയ്യാം. കാരണം ഈ ഒരു പർട്ടിക്കുലർ സബ് ഫിൽട്ടർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സബ് ഊഫറിന്റെ ഫ്രീക്വൻസി റേഞ്ച് എത്രയാണ് അതിനനുസരിച്ച് തന്നെ ട്യൂൺ ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് ആ ഒരു ഇതിന്റെ മേക്കിംഗ് വന്നിട്ടുള്ളത്. പിന്നെ ചാനൽ ആംപ്ലിഫയേഴ്സ് ആക്ച്വലി കസ്റ്റമറുടെ താല്പര്യം പ്രകാരമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അവര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 2050 IC വെച്ചിട്ടുള്ള ബോർഡ് വേണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ കിട്ടാവുന്നതിൽ നല്ലൊരു ക്വാളിറ്റി ബോർഡാണ് ചൂസ് ചെയ്തിട്ടുള്ള D-ടെക്കിന്റെ
2080 AC യൂസ് ചെയ്തിട്ടുള്ള 5 ചാനൽ ബോർഡ് വിത്ത് പവർ സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ 5 ചാനൽ പവർ സപ്ലൈയുടെ ബോർഡ് നമ്മൾ ഈ ഒരു പവർ സപ്ലൈ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരുമാതിരി എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വാസം. പിന്നെ ഇതില് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു റൂമിൽ കിട്ടുന്ന റൂമിൽ നല്ല രീതിയിലുള്ള പഞ്ചും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിലിപ്പോ ബാക്ക് ലൈറ്റ് കാര്യങ്ങളെല്ലാം നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് ലൈറ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആംപ്ലിഫയറിന്റെ ഉൾസൈഡിലെ വിശേഷങ്ങള്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ VO ഓഡിയോസിന്റെ ഇതിന്റെ പ്രോപ്പർ വർക്കിംഗ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് വീഡിയോയിൽ കാണാം. എത്രത്തോളം സബിന് അത് റെസ്പോൺസീവ് ആയിട്ട് വർക്ക് ചെയ്യണു, JBL സബിന് നമ്മൾ എങ്ങനെ ട്യൂൺ ചെയ്തെടുത്തിരിക്കണു എന്നുള്ളത് നിങ്ങൾക്ക് ആ വർക്കിംഗ് വീഡിയോയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.